ഹായ്, ലേൺസ് SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും 10 കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക കേട്ടോ. നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ വൈകുന്നേരം 7 മണിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഷോർട്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അയക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് 10 കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് ഫ്രീ ആണ്. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഫെസിലിറ്റീസ് കിട്ടും. നമ്മളിടുന്ന ലൈവ് ക്ലാസ്സുകളുടെ എല്ലാത്തിൻ്റെയും നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിക്കാനായിട്ടൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ലിങ്കിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിരിക്കും. തുടക്കം നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ A+ തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസും അതുപോലെ ലൈവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഒന്നും മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. മാക്സിമം കറക്റ്റ് ലൈവിൻ്റെ ടൈമിലൊക്കെ ലൈവിൻ്റെ ടൈമിൽ തന്നെ കാണാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിനകത്തുള്ള ഒരു ചെറിയ പോർഷനാണ് ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് റിമൈൻഡർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. റിമൈൻഡർ വെച്ചിട്ട് ഒരു സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ തന്നിട്ടുണ്ടാവും എന്തെങ്ങനെയാണ് സീക്വൻസ് വേണ്ടതെന്നുള്ളതൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയേ. അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സീക്വൻസ്, ഒരു സീക്വൻസ് എഴുതാനാണ് പറയുന്നത് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കുക നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സാധാ നമ്പർ എണ്ണൽ സംഖ്യകളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അതൊന്ന് ഓർത്ത് വയ്ക്കണം. നിങ്ങൾക്ക് അറിയാം, എന്നാലും മറന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന 1 തുടങ്ങിയുള്ള നമ്പേഴ്സാണ് ഓർക്കുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. 1 തുടങ്ങിയുള്ള നമ്പേഴ്സാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 1 തുടങ്ങിയുള്ള നമ്പറുകൾ എഴുതാനല്ല നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡർ 1 വരണം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ശിഷ്ടമാണ് അല്ലേ, ശിഷ്ടമാണ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടമാണ്. നിങ്ങൾക്കറിയാം, എന്നാലും ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോകണ്ടേ, അതുകൊണ്ട് പറയുന്നതാണ്. റിമൈൻഡർ 1 ആയിട്ട് വരണം. എന്ത് ചെയ്യുമ്പോൾ? ഡിവിഷൻ ബൈ 3, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 നമുക്ക് ശിഷ്ടമായിട്ട് കിട്ടണം. അങ്ങനെ വരുന്ന നമ്പറുകൾ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ് നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലാണ്? 1ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്താ കിട്ടുക? ശിഷ്ടം എന്ത് കിട്ടും? 1 കിട്ടും. കാരണം എന്താ? നമ്മൾ 3യുടെ ടേബിൾ ചൊല്ലുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എത്രയിൽ നിന്നാണ്? 3യിൽ നിന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എന്തായിട്ട് വരും? റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇത് നമ്മൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് വരും? റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ 3നെ നമ്മൾ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഉണ്ട് അല്ലേ, ടേബിളിൽ പോകും. അപ്പോൾ 1 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ശിഷ്ടമായിട്ട് എത്ര കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാ? ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? നമുക്ക് 0 കിട്ടി. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിമൈൻഡർ എന്ത് വരണം? 1 വരണം അല്ലേ. റിമൈൻഡർ 1 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ 3 നമ്പേഴ്സ് എടുത്തതിൽ റിമൈൻഡർ 1 വന്നത് ഏതിലാണ്? ഫസ്റ്റ് 1ലാണ്. അതായത് 1 വെച്ച് ചെയ്തപ്പോഴാണ് അല്ലേ. നാച്ചുറൽ നമ്പർ 1 എടുത്തപ്പോഴാണ് നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടിയത്? 1 കിട്ടിയത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ സീക്വൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സീക്വൻസിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്പർ എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. കാരണം അതിൻ്റെ റിമൈൻഡർ നമുക്ക് 1 ആയിട്ടാണ് വരണത്, അതുകൊണ്ട് അല്ലേ. ഇനി നമ്മൾ 3 വരെ ചെയ്തു. ഇനി നമ്മൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 1 3 3 അല്ലേ. അപ്പോൾ ഇവിടെ ശിഷ്ടം 4ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ആണുള്ളത്. അപ്പോൾ റിമൈൻഡർ 1 ഒന്നില്ലേ. അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് ചെയ്യാം? റിമൈൻഡർ 1 എന്ന് കൊടുക്കാം അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് 5 വെച്ചിട്ട് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ 1 3 3 വരും. ഇവിടേക്ക് വരുമ്പോൾ 2 വരും അല്ലേ. അപ്പോൾ ഇവിടെ റിമൈൻഡർ നമുക്ക് എന്ത് വന്നു? റിമൈൻഡർ നമുക്ക് 2 ആണ് വരുന്നത്. ഇനി സെയിം തന്നെ നമ്മൾ 6/6 ചെയ്യാമെന്നായിരിക്കും, 6/3 ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ എന്ത് വരും? 2
ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. കണ്ടോ? ഈ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടത് തന്നെ റിപ്പീറ്റേഷൻ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. രണ്ടാമത്തെ നമ്പർ നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം അല്ലേ? 4 കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്പർ അപ്പോൾ എന്തായിരിക്കും? നമ്മളിവിടെ 6 വെച്ച് ചെയ്യും. ഇനി നമ്മൾ 7 വെച്ച് ചെയ്യാൻ നേരത്തെ 7 3 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 3s are 6 അല്ലേ? ശിഷ്ടപ്പോൾ എന്ത് വരും? 1 വരും. കണ്ടോ? ഇത് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ തന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ സെഷനിൽ ചെയ്ത പോലെ തന്നെ ആദ്യം 1 പിന്നെ 2 പിന്നെ 0 പിന്നെ 1 2 0 അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? നോക്കിക്കേ 1 4 7 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് 1 4 7. ക്ലിയർ ആയോ? നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്ന് ക്ലിയർ ആവണ്ടോന്ന് പറയണേ. ഇതനുസരിച്ചിട്ട് നമുക്ക് ഇനിയും ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആവണ്ടെന്ന് തോന്നിയാലാണ് നമുക്ക് ഇനി ആയാലും ഇങ്ങനത്തെ വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിമൈൻഡർ വെച്ച് ചെയ്യണമെന്ന് നിങ്ങൾ ഓർക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കണക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ലൈവ് സെഷൻ മിസ് ചെയ്യരുത്. ഇത് ലൈവ് സെഷനിൽ നമ്മൾ പറഞ്ഞു പോകും. എന്നാലും നമുക്ക് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോസ് കൂടി ആയിട്ട് ഇട്ട് തരണേ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാണ്. എനിക്കിത് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോംവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമേ. നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനകത്ത് റിമൈൻഡർ 2 വരുന്ന രീതിയിൽ മനസ്സിലായോ? റിമൈൻഡർ നമ്മൾ 1 വരുന്നതിൻ്റെ ഒരു സീക്വൻസ് ആണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ 1 വന്നിടത്ത് 2 വരണം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leave remainder 2 or division by 3. ഓക്കെ, ഒന്ന് കണ്ടുപിടിക്കണേ. എന്നിട്ട് ആദ്യം കണ്ടുപിടിക്കുന്ന ആളുടെ നമ്പർ, ആദ്യം കറക്റ്റ് ആൻസർ ചെയ്യുന്ന ആളുടെ ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എത്ര പേര് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും അറിയണം. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.